അൽഫാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിക്കാനാണ് പോകുന്നത്. അതിന് ഞാൻ ഒരു ചിക്കൻ വേണ്ട മസാലയൊക്കെ ഉള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരു ചിക്കൻ ഞാൻ ഇതുപോലെ രണ്ടായി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതാക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കി എടുക്കാം. പിന്നെ ഇതുപോലെ നല്ല ഡീപ്പായിട്ടൊന്ന് വരഞ്ഞെടുക്കണം. അതിനുശേഷം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള 3 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, 4 പച്ചമുളക്, 1 സവാള, 1 തക്കാളി, ഇവയെല്ലാം ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 1 ടേബിൾ സ്പൂൺ അറബിക് സ്പൈസ് മിക്സ്, 1 വലിയ ലെമണിൻ്റെ ജ്യൂസ്, 1 കപ്പ് തൈര്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, സവാള, കുറച്ച് ഉപ്പുപൊടി ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. പിന്നെ അറബിക് സ്പൈസ് മിക്സ് നിങ്ങളുടെ അടുത്ത് റെഡിമെയ്ഡ് ഇല്ലെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂട്ടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ തൈര് ഞാൻ തീരെ വെള്ളമില്ലാണ്ട് നല്ല കട്ട തൈരാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര പുളിയുള്ള തൈര് യൂസ് ചെയ്യരുത്, പുളിയില്ലാത്ത തൈര് യൂസ് ചെയ്യാം. പിന്നെ ലെമൺ, ഒരു വലിയ ലെമണിൻ്റെ ജ്യൂസാണ് ഞാൻ എടുക്കുന്നത്. അത് നിങ്ങളുടെ അടുത്ത് ചെറുതാണുള്ളതെന്നുണ്ടെങ്കിൽ ഒരു 1.5 ലെമണോ 2 ലെമണോ യൂസ് ചെയ്യാം. പിന്നെ അറബിക് സ്പൈസ് മിക്സ്, പെപ്പർ പൗഡർ, ഒലിവ് ഓയിൽ, മുളക് പൊടി, ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിൽ നമ്മൾ അരച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് തൈരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ട്. കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഒരു ചിക്കനിലുള്ള മസാല ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഞാനൊരു ഹാഫ് ചിക്കനാണ് ഇതിൽ മസാല തേക്കുന്നത്. ബാക്കിയുള്ള മസാല എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഇതുപോലെ പുരട്ടി വെച്ച ചിക്കനാണിത്. ഇത് മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വെക്കണം. ഇപ്പോൾ ഞാൻ തലേദിവസം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അതിലേക്ക് ഈ ചിക്കൻ വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. ചിക്കൻ ഇതുപോലെ അടിയിലെല്ലാ സൈഡും തട്ടുന്ന രീതിയിൽ നമുക്ക് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം വെക്കുക. ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് മസാല കുറച്ചൊന്നായിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡും കുറച്ചൊന്ന് മസാല മൊരിയട്ടെ. കുറച്ച് മസാല മൊരിഞ്ഞതിന് ശേഷം നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ, വേവിച്ചെടുക്കാൻ. ഇപ്പം നമ്മൾ മൂടി വയ്ക്കേണ്ട, കുറച്ചും കൂടി ഒന്ന് മൊരിഞ്ഞതിന് ശേഷം മൂടിയാൽ മതിയാവും. ഇത് ഞാനിപ്പോൾ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ലെഗിൻ്റെ ഭാഗം ഇത് തട്ടാണ്ട്, അതിൻ്റെ നടുക്ക് ആപ്പിൽ തട്ടാണ്ട് മസാല ശരിക്കും മൊരിഞ്ഞ് കിട്ടില്ല. അത് പാനിലായതുകൊണ്ടാണ് അങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ ഗ്രില്ലും ഓവണൊക്കെ ആണെങ്കിൽ അത് ഇങ്ങനെ തന്നെ വെച്ചാൽ മതിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ലെഗ് പീസിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ പാനിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി. ഒരു സൈഡ് മൊരിഞ്ഞപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്ന് മറ്റേ സൈഡും മറ്റേ പീസിൻ്റെ സൈഡും ഒന്ന് മൊരിഞ്ഞതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിപ്പോൾ 2 സൈഡും കുറേശ്ശെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് ഇങ്ങനെ കുറേ നേരം വെക്കുമ്പോൾ അത് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നതൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു സൈഡ് കുറേ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡും ഒന്ന് ഇതുപോലെ മൊരിച്ചെടുക്കാം. എന്നിട്ട് ഇത് തിരിച്ചിട്ടതിന് ശേഷം നമുക്കിത് വീണ്ടും മൂടി വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കാം. മറ്റേ സൈഡും ഒന്ന് മൊരിയട്ടെ. അത് മൂടി വയ്ക്കുമ്പോൾ ഉള്ളിൽ നല്ലോണം വെന്ത് കിട്ടുകയും ചെയ്യും. മൂടി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇത് പീസൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ സൈഡും ഒന്ന് തട്ടുന്ന രീതിയിൽ ഒന്ന് അമർത്തി ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുത്ത് മസാല ഒന്ന് മൊരിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു സ്മോക്കി സ്മെല്ല് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഞാനൊരു ചാർക്കോൾ കത്തിച്ച് ഇതിൽ വെച്ചിട്ട് സ്മോക്കി സ്മെല്ല് വരുത്തുന്നുണ്ട്. അതിന് ഒരു പാത്രത്തിൽ ഒരു ചെറിയൊരു കഷ്ണം ചാർക്കോൾ വെച്ച്
ഞാൻ ഒന്ന് കത്തിക്കുന്നുണ്ട്, ലൈറ്റർ വെച്ച് ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മിഡിലായിട്ടൊന്ന് വെച്ച് അതിൻ്റെ ഈ കത്തുന്നതിൻ്റെ മുകളിലായിട്ട് ഡയറക്റ്റ് ആ മുകളിൽ തന്നെ ഒഴിക്കരുത്, അപ്പോൾ പെട്ടെന്ന് തീ കെട്ടുപോകും. സൈഡിലായിട്ട് ചെറിയ തീൻ്റെ അവിടേക്ക് വരുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് ആ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അതും ഞാനൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലൊരു സ്മോക്കി സ്മെല്ല് വരും, നല്ലൊരു ഫ്ലേവറായിരിക്കും. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ആ ഒരു സ്മോക്ക് പോകുന്ന വരെ നമുക്ക് കവർ ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാം. ഓവനും ഗ്രില്ലൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ പാനിൽ വെച്ച് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.